ഹായ് ആരവ് ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് 15 മിനിറ്റിൽ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ മെറ്റീരിയൽ കേട്ടോ. ലൈനിങ്ങും ഉണ്ട് ഇതിന്. ഇത് ബോട്ടം പീസായിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുന്നത് ആദ്യം കാണാം കേട്ടോ. അതിനുശേഷം സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഇതുപോലെയാണ് വരുന്നത്. ഇതിന് ഭയങ്കര നീട്ടമുണ്ട്. അപ്പോൾ ആ നീട്ടം നമ്മൾ കുറച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ലെങ്ത്ത് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ പീസ് വെക്കുന്നുണ്ട് കേട്ടോ. പീസ് വെക്കാൻ കാരണം ഇതുപോലെയാണ് ഇതിൻ്റെ അടിഭാഗം ഇരിക്കുന്നത്. അതിൽ വെച്ചാൽ ഒരു പൈപ്പിംഗ് പോലെ വരും കേട്ടോ. അപ്പോൾ ഞാനത് കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ലെങ്ത്ത് അനുസരിച്ച് ആദ്യം കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്രയാണോ നീളം വേണ്ടത് അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് ലെങ്ത്ത് കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ടോട്ടൽ 42 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. 40 ഇഞ്ച് മതി. അതിൻ്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇരിക്കുന്ന കാരണം ബാക്ക് സൈഡ് അതുപോലെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മടക്കി അടിക്കാൻ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആ ഒരു ബാക്ക് സൈഡിൽ നമ്മളൊരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ലെങ്ത്ത് കുറവായതുകൊണ്ടാണ്. ലെങ്ത്ത് നമുക്ക് മെറ്റീരിയലിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ആ ഒരു ഡിസൈൻ നമ്മുടെ വയറിൻ്റെ ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തുണീനെ 4ആയിട്ടൊന്ന് മടക്കിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ലൈനിങ്ങിൻ്റെ പീസ് 4ആയിട്ട് മടക്കിയിടാം കേട്ടോ. ലൈനിങ് നമ്മൾ എടുത്തിരിക്കുന്ന മെയിൻ മെറ്റീരിയൽ തുണീനേക്കാട്ടും ഒരു 2 ഇഞ്ച് കുറവ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ 40 ഇഞ്ച് ഫുൾ ലെങ്ത്ത് എടുത്തിട്ടുണ്ട് ലൈനിങ്ങിന് വേണ്ടിയിട്ട്. മെയിൻ പീസിനകത്ത് 42 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ആദ്യം 2 ഫോൾഡായിട്ട് മടക്കുക, പിന്നെ അതിന് വീണ്ടും ഒരു മടക്കും കൂടി കൊടുക്കുക. അങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടുണ്ട് കേട്ടോ. ഈ മടക്കുള്ള ഭാഗം നമ്മുടെ ഭാഗത്തേക്ക് ഇട്ടിട്ടുണ്ട്. മടക്കില്ലാത്ത വശം അപ്പുറത്തെ സൈഡിലേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ മടക്കുള്ള ഭാഗത്താണ് നമ്മൾ ആദ്യം ലെങ്ത്ത് മാർക്ക് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യണം കേട്ടോ. ഷോൾഡർ 6 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 3 ഇഞ്ച് നമുക്കതിനകത്തേക്ക് നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഷോൾഡറിൻ്റെ താഴേക്ക് ആം ഹോൾ 6 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്ന് എൽ ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു കോർണർ ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കുഴിച്ച് വരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ട് ആം ഹോളും വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ എൽ ഷേപ്പ് വരയ്ക്കാൻ ആദ്യം ആം ഹോളിൻ്റെ വര വരച്ചില്ലേ, അവിടെ ഒന്ന് സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ട് ഉള്ളിലോട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ വരച്ചെടുത്തത്. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തു. 5.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തത് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത്. ബാക്ക് നെക്ക് 4.5 ഇഞ്ചിലും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് റൗണ്ട് ഷേപ്പിലാണ് വരച്ചെടുത്താൽ കേട്ടോ. ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം കേട്ടോ. അതിന് മുമ്പായിട്ട് നമുക്ക് ഷേപ്പ് എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ ഭാഗവും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷേപ്പ് ഞാനൊരു 13.5 ഇഞ്ചിലും 19 ഇഞ്ചിൽ സ്ലിറ്റിൻ്റെ ഭാഗവും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റിൻ്റെ അവിടെ റൗണ്ട് ചെയ്ത് പിടിച്ചിട്ട് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് കൂട്ടാം. അതിനുശേഷം അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് 8.5 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്തിട്ടുണ്ട്. 1.5 ഇഞ്ച് അലവൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഷേപ്പിൻ്റെ അവിടെ ഞാനൊരു 7.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. 1.5 ഇഞ്ച് അവിടെയും അലവൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന അളവിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് കൂട്ടിയിട്ട് അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള അളവുകളാണ് ഞാനിവിടെ മാർക്ക് ചെയ്തത്. 1.5 ഇഞ്ച് അലവൻസ് 2 ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റിൻ്റെ അവിടെ 8.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 ഇഞ്ചാണ് അവിടെ അലവൻസ് കൊടുത്താണത് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ കറക്റ്റായിട്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ 8.25 ഇഞ്ചും 1 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കറക്റ്റ് അളവ് താഴേക്ക് പിടിച്ചു കൊടുത്തിട്ട് ഒരു 1.5 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് വരച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ലൈനിൽ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുള്ളിൽ മാർക്ക് ചെയ്ത ലൈനിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിനുശേഷം താഴെ ഭാഗത്ത് നമുക്ക് ലെങ്ത്ത് കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. ഒരു 1/2 ഇഞ്ച് ലെങ്ത്ത് എക്സ്ട്രാ കട്ട് ചെയ്യണം കേട്ടോ, അലവൻസും കൂടി ചേർത്തിട്ട്. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കട്ട് ചെയ്യണം കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ ആദ്യം ബാക്ക് പീസ് കട്ട് ചെയ്യുക, അതിനുശേഷം ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കൈക്കുഴിയുടെ ഭാഗം ഉള്ളിലോട്ട് കുഴിച്ച് വെട്ടാനുണ്ട്. അതുപോലെ നെക്കിൻ്റെ ഭാഗവും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്, എങ്ങനെയാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത് അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ബാക്ക് പീസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാൻ പോവേണ്ട. അപ്പോൾ ഇതുപോലെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക്
ഫ്രണ്ട് പീസ് കുഴിച്ച് വെട്ടാം കേട്ടോ. അതുപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്ത് കൂട്ടിയെടുക്കാം. ഫ്രണ്ട് പീസ് നല്ല തുണിയും ലൈനിങ് തുണിയും ഒരുമിച്ച് ഇതുപോലെ വെച്ചതിന് ശേഷം രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഷേപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ഭാഗത്ത് നോച്ചസ് ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ട് പീസുകളും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ലൈനിങ് പീസും മെറ്റീരിയലും ഇതുപോലെ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 4 പീസുകളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂടെ നമുക്ക് 1.5 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് സൈഡിലോട്ട് ഒരു 6 ഇഞ്ചിന് നമ്മൾ മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കതൊന്ന് ഇതുപോലെ വരച്ച് കൊടുക്കാം. അതിൽ നിന്ന് താഴേക്കും വരച്ച് കൊടുത്തിട്ട് ഒരു സ്ക്വയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി താഴെ ഭാഗം സ്ലീവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. 1.5 ഇഞ്ച് അലവൻസും ചേർത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുകളിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മൾ ഷേപ്പായിട്ട് വരച്ചെടുക്കണം. ഒരു എസ് മോഡൽ ഷേപ്പാണ് നമ്മളിവിടെ വരച്ചെടുക്കണേ കേട്ടോ. സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം ആ ഫോൾഡ് വന്ന ഭാഗത്ത് നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കുറച്ച് വന്നതിന് ശേഷം വളച്ച് വരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിവർത്തി വെച്ചതിന് ശേഷം ഫ്രണ്ട് പീസ് ഒന്ന് കുഴിച്ച് വെട്ടി കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെയാണ് നിവർത്തി വെക്കുന്നത്. ഒരു സൈഡിൽ മാത്രം 1/2 ഇഞ്ച് ഒന്ന് കുഴിച്ച് വരച്ചെടുക്കുക. അതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഒരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് ഭാഗത്തിൻ്റെയും സെൻറ്റർ ഭാഗത്ത് നോച്ചസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫുള്ള് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ്ങിൻ്റെ അടിവശം മടക്കി അടിക്കാം. അതുപോലെ തന്നെ ലെങ്ത്ത് കുറവാണെന്നുണ്ടെങ്കിൽ പീസ് പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് സ്ലീവ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ലൈനിങ്ങിൻ്റെ അടിവശം ഒരു 1/2 ഇഞ്ചിൽ മടക്കാം. വീണ്ടും ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് പീസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ചുരിദാറിൻ്റെ മെയിൻ പീസിൻ്റെ ലെങ്ത്ത് കുറവായിട്ട് കട്ട് ചെയ്ത് തരണം. അതിൻ്റെ കൂടെ ഒരു പീസും കൂടി എക്സ്ട്രാ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇതിൽ കാണിക്കണില്ല. ഇനി ഇതാ സ്ലീവ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല വശത്ത് ലൈനിങ് തുണി വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട. എന്നിട്ട് അത് മറച്ചിട്ട് ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കേട്ടോ ചെയ്തെടുക്കണത്. അപ്പോൾ ഇതല്ലാണ്ട് വേറെ ഏതൊരു രീതിക്ക് വേണമെങ്കിൽ നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സ്ലീവിൻ്റെ അടിഭാഗം മടക്കി അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ സൈഡുകളൊക്കെ കറക്റ്റായിട്ടൊന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ബാക്കിയുള്ള പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയാം. രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മെയിൻ പീസിൻ്റെ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല വശം ഇതുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ലൈനിങ് ഇതിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 1/2 ഇഞ്ചിൽ ഇതുപോലെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം സ്റ്റിച്ച് ചെയ്തത് തട്ടാണ്ട് ചരിച്ച് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കുക സൈഡിൽ ഉൾഭാഗത്തൊക്കെ. എന്നിട്ടൊന്ന് മറച്ചിട്ടിട്ട് ഒരു പ്രസ്സിങ് സ്റ്റിച്ചും കൂടി കൊടുക്കുക കേട്ടോ. അപ്പോഴും ഞാനിവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ബാക്ക് പീസും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക് പീസ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലത്തെ പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കണില്ല. ഫ്രണ്ട് ഭാഗത്ത് മാത്രം നമ്മൾ പ്രസ്സിങ് സ്റ്റിച്ച് ഫസ്റ്റിൽ കൊടുക്കണുള്ളൂ കേട്ടോ. അറ്റത്തൂടെയാണ് നമ്മൾ പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് പീസ് ചെയ്തെടുക്കാം കേട്ടോ. ബാക്ക് പീസ് ചെയ്യുമ്പോൾ പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിർത്തണം. ഷോൾഡർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ബാക്ക് പീസിൻ്റെ അടിഭാഗം മടക്കി അടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കുക. വീണ്ടും ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ജോയിൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ജോയിൻ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗവും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അടിഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ബാക്ക് പീസ് അടിയിലേക്ക് ഒന്ന് മറച്ചു കൊടുക്കാം. ലൈനിങ്ങിൻ്റെ ഭാഗം മാത്രം കറക്റ്റ് വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്. ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റായിട്ട് മറച്ചൊന്ന് കൊടുത്തതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഇങ്ങനെ മറച്ചിടുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് കാണാതെ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. രണ്ട് ഭാഗം ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുക്കേണ്ടടുത്തൊക്കെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ബാക്ക് നെക്കിൻ്റെ ഭാഗത്ത് ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൂടി കൊടുക്കാം. നമുക്ക് ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാം. അല്ലെങ്കിൽ വെറുതെ നെക്കിൻ്റെ ഭാഗം മാത്രം പ്രസ്സിങ് സ്റ്റിച്ച് കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നെക്കിൻ്റെ ഭാഗം മാത്രമാണ് പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുന്നത്, ഷോൾഡർ ചേർത്ത് കൊടുക്കണില്ല. ആ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് എടുക്കാം. സ്ലീവ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ കുഴിച്ച് വെട്ടിയ ഭാഗം കറക്റ്റ് ഫ്രണ്ടിലോട്ട് തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ. നല്ല വശവും വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ഭാഗത്ത് നിന്ന് താഴോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും താഴെ ഭാഗത്തു നിന്ന് ഷോൾഡർ ഭാഗത്തേക്ക് കൊണ്ടുവരാം. എന്നിട്ട് അപ്പുറത്തെ അറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. 2 വട്ടം സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്ലീവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. സ്ലീവ് ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ 1.5 ഇഞ്ച് അലവൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ വിഡ്ത്തും മാർക്ക് ചെയ്യുക. എന്നിട്ട് സ്ലിറ്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. കറക്റ്റ് ഷേപ്പായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മളൊന്ന് ഇട്ട് നോക്കാം നമുക്കാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പ് ആക്കിയതിന് ശേഷം ബാക്കിയുള്ളത് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പോളിയുടെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ അടിയിൽ നിന്നും 1/2 ഇഞ്ച് മടക്കി വീണ്ടും 1/2 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ ആ ഒരു പൊളിയുടെ ഭാഗം കറക്റ്റായിട്ട് എടുക്കണം. ഇതുപോലെ 1/2 ഇഞ്ചിൽ കറക്റ്റ് മടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേ അളവാണെങ്കിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് മാത്രം മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണുള്ളൂ. അതിനുശേഷം അതിനൊന്ന് സ്ക്വയർ ചെയ്ത് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡ് താഴേക്ക് ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. 2 സൈഡും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. പൊളിയുടെ ഒരറ്റത്ത് മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ഈ സൈഡിലത്തെ അറ്റത്തോടി ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.